അല്ല, എന്താണ് ഞാൻ കണ്ടത്? എന്താണ് എനിക്ക് സംഭവിച്ചത്? ബാൽ വിഗ്രഹങ്ങളെയും അസ്തേയ പ്രതിഷ്ഠകളെയും ഫെലിസ്ത്യ ദേവന്മാരെയും സേവിച്ച എന്റെ ദേശമായ ഇസ്രായേലിന്റെ മേൽ യഹോവയുടെ ഉഗ്രകോപം വരാൻ പോകുന്നുവെന്നോ? അയ്യോ, 40 സംവത്സരം ഇസ്രായേൽ ജനത്തെ ഫെലിസ്ത്യയുടെ അടിമയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, അയ്യോ ശിക്ഷിക്കരുതേ ദൈവമേ, അവിടുത്തെ ജനത്തെ ശിക്ഷിക്കരുതേ. ഈ വിപത്തിൽ നിന്നും ഈ ജനത്തെ ആര് മോചിപ്പിക്കും? ഇന്നലത്തെ കൂടാരപ്പെരുന്നാൾ എന്ത് കേവമായിരുന്നു! ആട്ടവും പാട്ടും, പ്രത്യേകിച്ചും കുട്ടികളുടെ നൃത്തം. അതെ അതെ, ഇക്കൊല്ലവും നല്ല വിളവും സമൃദ്ധിയും നൽകി അനുഗ്രഹിച്ച യഹോവയ്ക്ക് നന്ദി പറയാം. എന്തെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞാലും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ പ്രയോജനം? വിഷമിക്കാതിരിക്കൂ സഹോദരി, യഹോവ നമ്മുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും കാണാതിരിക്കില്ല. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മുടെ പൂർവികരെ മോചിപ്പിച്ച യഹോവ മോശയെ പോലെ നമുക്കും ഒരു മോചകനെ നൽകാതിരിക്കില്ല. സിലോണിയമ്മയുടെ ഈ വിശ്വാസവും പ്രതീക്ഷയും കാണുമ്പോഴാണ് ഒരാശ്വാസം. ഓ, സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. ആടുമാടുകൾക്ക് വെള്ളം കൊടുക്കാൻ സമയമായി. ഞാൻ പൊയ്ക്കോട്ടെ സിലോണിയമ്മേ? അത് കുഴപ്പമില്ല, നീ പൊയ്ക്കൊള്ളൂ. ഞാനിവിടെ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ. ഞങ്ങളെ പരിപാലിക്കുന്നവനായ യഹോവേ, ഈ അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാനും ഒരു കുഞ്ഞില്ലാത്തതിന്റെ ദുഃഖം പേർന്ന ഞങ്ങൾക്ക് ഒന്നിച്ച് സന്തോഷിക്കുവാനും അങ്ങിട വരുത്തേണമേ. സുഖദുഃഖങ്ങളുടെ സമ്മിശ്രമാണ് മനുഷ്യജീവിതം. അതിൽ ദൈവഹിതം കണ്ടെത്തുമ്പോഴാണ് ജീവിതത്തിൽ അർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങ് ആരാണ്? അപരിചിതരാരും തന്നെ ഈ വഴിയിലൂടെ വരാറില്ലല്ലോ. നീ ആദ്യം കുറച്ച് ദാഹജലം എനിക്ക് തരിക. നല്ല ക്ഷീണമുണ്ട്. ഇനിയും യാത്രകൾ ഒരുപാടുണ്ട് ചെയ്തു തീർക്കുവാൻ. അയ്യോ, അങ്ങയ്ക്ക് ജലം പകർന്നു നൽകാൻ എനിക്ക് കഴിയില്ല. എന്റെ അശുദ്ധമായ കരസ്പർശമേറ്റ ജലമാണിത്. സിലോണി, ദാഹിക്കുന്നവന് ജലം പകരുന്ന നിന്റെ കരങ്ങൾ അശുദ്ധമാകുന്നതെങ്ങനെ? പകലിന്റെ അലച്ചിലും രാവിന്റെ കുളിരുമണിഞ്ഞ് ദൈവസ്തുതി പാടുന്ന നിന്നിൽ ശുദ്ധിയില്ലെങ്കിൽ പിന്നെ ആർക്കാണുള്ളത്? എന്നെ ഇനിയും ക്ഷീണിതനാക്കാതെ ഒരൽപ്പം ജലം പകരും. ഇനിയെങ്കിലും പറയൂ, അങ്ങ് ആരാണ്? ഞാനൊരു യാത്രികൻ. നിന്റെ ജീവിത വഴിയിൽ വസന്തമേകാൻ കണ്ടുമുട്ടിയവൻ ആണെന്ന് മാത്രം മനസ്സിലാക്കുക. അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങ് പറയുന്ന ഈ വലിയ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ ദയവായി പോകാൻ അനുവദിക്കൂ. നിൽക്കൂ സിലോണി. വേദനയുടെ കനൽ വഴികളിലൂടെ ചരിച്ച് വാർദ്ധക്യവേളയിലേക്ക് കാൽവയ്ക്കുന്നതിന് മുൻപ് നിന്നിലെ സഹനത്തിന്റെ മുറിപ്പാടുകളിതാ ഈ നിമിഷം വായിക്കപ്പെടുന്നു. നിന്റെ ഉദരത്തിൽ ഒരു നക്ഷത്രം ഉദിക്കും. അതെ, നിനക്കൊരു പുത്രൻ ജനിക്കും. ഇസ്രായേൽ ജനതയ്ക്ക് മോചനമേകുവാൻ അവൻ കടന്നുവരും. അവന്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയും. ഇപ്പോൾ ഇവിടെ വെച്ച് നീ ശ്രവിച്ചവ നിന്നിൽ തന്നെ ഫലമണിയുവാൻ നീ നിന്നെ തന്നെ ഒരുക്കി കാത്തിരിക്കുക. ഗോമസേ, യാത്ര ചെയ്ത് ക്ഷീണിച്ചതല്ലേ?
വഴിയിൽ നിന്ന് നീ എന്തെങ്കിലും കഴിച്ചോ? ഓ, രാവിലെ വീട്ടിൽ നിന്നും ഒരു കോപ്പ വെള്ളവും 3-4 റൊട്ടിയും കഴിച്ചിറങ്ങിയതാ. പിന്നെ ഇവിടെ വന്നിട്ട് വല്ലതും കഴിക്കുന്നതാണല്ലോ എൻ്റെ ഒരു രീതി. അകത്തെന്തെങ്കിലും ഉണ്ടാവാതിരിക്കില്ലല്ലോ. ഞാൻ പോയി എടുത്ത് കഴിച്ചോളാം. എന്നാലും ഈ സിലോണി എന്താ ഇത്ര വൈകുന്നത്? വെള്ളമെടുക്കാൻ പോയാ സാധാരണ ഇത്രയും വൈകാറില്ലല്ലോ. ആ, നല്ല അസല് കെട്ടിയോൻ. പാവം സിലോണിയമ്മ വെള്ളം ചുമന്ന് നടന്ന് കഷ്ടപ്പെടുന്നു. ഇവിടെ ഒരുത്തൻ ചുമ്മാതിരുന്ന് തിന്നു കുടിച്ച് രസിക്കുന്നു. കളിയാക്കാതെ കളിയാക്കാതെ. നിനക്ക് ഉണ്ടല്ലോ ഒരുവള്. എപ്പോഴെങ്കിലും നീ അവളെ സഹായിക്കാറുണ്ടോ? അവളെ എന്നെ പോലെയല്ല. വെറുതെ നമ്മൾ എന്തിനാ അവൾക്കൊരു ശല്യമാകുന്നത്? അതുകൊണ്ടാണല്ലോ ഞാനിങ്ങി പോകുന്നത്. അതൊക്കെയാണല്ലോ അതിന്റെ ഒരു രീതി. ഏത്? കൊള്ളാം. എന്നിട്ടാണോ നീ എന്നെ ഉപദേശിക്കാൻ വന്നേക്കുന്നേ? ഓ പിന്നെ, നമ്മളെല്ലാം അടിമകൾ. അടിമയുടെ കീഴിൽ നിൽക്കുന്ന മറ്റൊരടിമ. അത് ഈ നാട്ടിൽ ഞാൻ മാത്രമായിരിക്കുമല്ലോ. ആ, ആരോട് പറയാൻ, ആര് കേക്കാൻ? ആ, മതി മതി. നിന്റെ നാക്കിന്റെ നീളം കുറച്ച് വേഗം പണിക്കിറങ്ങാൻ നോക്ക്. ഓ, ആർക്ക് വേണ്ടി? തൽക്കാലം എല്ലാരെയും സന്തോഷിപ്പിച്ച് പിണക്കാതെ അങ്ങ് പോകണം, അത്രേ ഉള്ളൂ. അതൊക്കെയാണല്ലോ അതിന്റെ ഒരു രീതി. ഏത്? എന്താണ് വലിയ അടിമയും ചെറിയ അടിമയും തമ്മിലൊരു ഗൂഢാലോചന? ആ, വന്നല്ലോ. ഈ അടിമയ്ക്ക് ഇനി ഇവിടെ സ്ഥാനമില്ലേ. ഞാനങ്ങ് പോയേക്കാം. നീ എവിടെയായിരുന്നു ഇതുവരെ? പതിവില് വേറെ വൈകിയല്ലോ. വഴിയിൽ ഫിലിസ്തീനെ വല്ലതും കണ്ടോ? എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായോ? കണ്ടു. പക്ഷേ ഇന്ന് ഫെലിസ്തീനെ മാത്രമല്ല, ഒരിക്കലും കാണുമെന്ന് വിചാരിക്കാത്തവരെ പോലും ഞാനിന്ന് കണ്ടു. ആ ഫാബിയൻ രാജാവിനെ വല്ലൂ? ഏയ്, രാജാവൊന്നുമല്ല. പിന്നെ നിന്നെ വഴിയിൽ വെച്ച് ആരെങ്കിലും ഉപദ്രവിച്ചോ? എന്താണ് സംഭവിച്ചതെന്നൊന്നു പറയൂ. അദ്ദേഹം അത് പറഞ്ഞപ്പോ ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അതൊരു ദൈവദൂതനാണെന്ന്. ദൈവദൂതനോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് സിലോണി? അതെ, സന്ധ്യാനക്ഷത്രം രാത്രിയെ പ്രകാശിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഇടയിൽ ഒരു നക്ഷത്രം ഉദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നക്ഷത്രമോ? അതെ, ഒരു നക്ഷത്രം. നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുവെന്ന്. നീ എന്താണ് ഈ പറയുന്നത്? നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുവെന്നോ? ഓ, എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? അതെ, സത്യമാണ്. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ രക്ഷകനായ യഹോവേ, അങ്ങ് ഈ ദാസരോട് കരുണ കാണിച്ചു. നിന്നിൽ വിശ്വസിക്കുന്നവരുടെ കാത്തിരിപ്പുകൾ വൃഥാവിലാവില്ല എന്ന് നീ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഞാൻ എന്താണ് ഈ കാണുന്നത്? എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ആ ദൈവപുരുഷൻ. സിലോണി, എന്റെ മടക്കയാത്രയിൽ ഈ ഭവനത്തിലേക്ക് എന്നെ ആരോ ആനയിക്കുന്നതായി തോന്നി. ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് എനിക്ക് നിങ്ങളോട് ചിലത് പറയുവാനുണ്ട്. അങ്ങയെ കണ്ടതു മുതൽ ഈ കുടുംബത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷം അലതല്ലുന്നു. മകളെ, ഇനി മുതൽ യഹോവയിലുള്ള അതിരറ്റ സ്നേഹമായിരിക്കണം നിന്റെ ലഹരി. ഒരു തരത്തിലുമുള്ള ലഹരി പാനീയത്തിന്റെ അംശം പോലും നിന്റെ സിരകളിൽ കൂടി സഞ്ചരിക്കരുത്. നിന്നിൽ നിന്നും ജനിക്കുന്ന ശക്തിയുള്ളവൻ വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കുകയും അരുത്. നിന്റെ മകൻ ആജീവനാന്ത കാലം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കണം. തന്റെ ജനത്തിന്റെ കണ്ണുനീരിന് കാലത്തിന്റെ തികവിൽ ഉത്തരം നൽകുന്നവനായ സൃഷ്ടാവായ ദൈവമേ, അങ്ങേക്കു നന്ദി. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ കണ്ണുനീരിന് ഉത്തരം നൽകുന്ന കരുണാമയനായ യഹോവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.
എടാ മാർക്കസേ, എന്നും കൊത്തുപണി തന്നെ കൊത്തുപണി. ഇടയ്ക്ക് ഇതൊന്ന് മാറ്റി പിടിച്ചുകൂടെ? മാറ്റി പിടിക്കാനോ? അല്ല, ഇവന്മാര് തരുന്ന ഏതു പണിയും നമ്മൾ ചെയ്യണം. എന്നാ പിന്നെ അവന്മാർക്ക് ഓരോ ദിവസവും ഓരോ പണി തന്നുകൂടെ? ഒരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാ മാറ്റം? കുന്തം കൊണ്ടുള്ള കുത്തിനേക്കാൾ ഭേദം ചാട്ടവാറടി തന്നെയാ. അതെ, രണ്ടുപേരും കൂടെ കുറെ നേരം ആയല്ലോ വെറുതെ കിടന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. വന്നു വല്ല പണിയെടുക്ക്. രാജാവിന്റെ സീമന്തപുത്രൻ എന്ന് പറഞ്ഞ ഒരുത്തൻ ഇപ്പൊ ഇങ്ങ് വരും. ആ അഖിലാസ് അതിനു മുമ്പേ പണി തീർക്കാൻ നോക്ക്, വെറുതെ തല്ല് കിട്ടാതെ. ഓ, തുടങ്ങി അവന്റെ ഉപദേശം. നീയൊന്ന് വന്നേ, വെറുതെ അടിമേടിക്കാൻ ഞാനില്ല. വാ, വന്ന് പണിയെടുക്കാൻ നോക്ക്. ആഹാ, ഇന്നെല്ലാരും നല്ല ഉത്സാഹത്തോടെയാണല്ലോ. ക്ഷീണമൊന്നുമില്ലേ ആർക്കും? ദേ, വന്ന് വെള്ളം കുടിച്ച് ദാഹം തീർക്കാൻ നോക്ക്. കാലത്തെ തുടങ്ങിയതല്ലേ ഈ മൽപ്പിടുത്തം. ബെഞ്ചമിനെ, കുളമ്പടി ശബ്ദം കേട്ടിട്ട് അത് അഖിലാസ് ആണെന്ന് തോന്നുന്നു. അയ്യോ, അതെ അതെ. എന്നാൽ ഞാൻ പോവുക. നീ എന്താണ് ഇവിടെ ഈ കള്ളപ്പരീക്ഷകളുടെ കൂട്ടത്തിൽ? ഞാൻ ഈ പണിക്കാർക്കല്പം വെള്ളം കൊടുക്കാൻ വന്നതാ. ഇവറ്റകളെ അധികം വെള്ളം കുടിപ്പിച്ച് കിടത്തണ്ട. നീ പൊയ്ക്കോ. എല്ലാവരെയും ഇങ്ങോട്ട് മാറി നിർത്തൂ. കവാടപ്പണിക്കുള്ള തടി ഇതുവരെ എത്തിച്ചില്ലേ? കൊണ്ടുവരാൻ ആള് പോയിട്ടുണ്ടേ മാനെ. എന്നിട്ടെവിടെ? ആ, അത് പോട്ടെ. കഴിഞ്ഞ ദിവസം ആരാണ് ഇയാളെ മർദ്ദിച്ചത്, ഈ കൈതല്ലി ഒടിച്ചത്? മര്യാദക്ക് സത്യം പറഞ്ഞു. സത്യം പറയടാ, അടിപച്ചെറുക്ക. നീ അല്ലേ അത്? അയ്യോ ഏമാനെ, എനിക്ക് ഓടിക്കാനും അടിക്കാനും ഒന്നും അറിയില്ല. അവൻ പറഞ്ഞത് സത്യമാ. അവനൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ലല്ലേ? എന്നാൽ നീ പറ, ഈ അടിമകളിൽ ആരെങ്കിലുമാണോ? ശരിക്കു നോക്ക്. നിന്നെയൊന്നും ഞാൻ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങളിൽ ഒരുവനെ ഉപദ്രവിച്ചാൽ ഈ അഖിലാസിന്റെ യഥാർത്ഥ കരുത്തെന്തെന്ന് നിങ്ങളെല്ലാവരും അറിയും. ഓർമ്മയിരിക്കട്ടെ. അടിക്കവനെ. അരുതേ മാനെ, അരുത്. ഇനി അവനെ തല്ലിയാൽ അവൻ ചത്തുപോകും. ചത്തു തുലയട്ടെ ഈ വിറ്റകൾ. ഇതൊന്നും അനുഭവിക്കാൻ പറ്റില്ലെങ്കിൽ ഈ നാട് തന്നെ വിട്ടുപോയിക്കൊള്ളണം. കള്ള പരീക്ഷകൾ. ഈ നാട്ടിൽ ഞങ്ങൾ ഫെലിസ്തീയർ മാത്രം മതി. ഫെലിസ്തീയർ മാത്രം. നാളേറെയായി നമ്മൾ കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മടുത്തു ഈ അടിമത്തം, ഇവറ്റകളുടെ പീഡനം. വിശ്രമമില്ലാതെ, ആഹാരമില്ലാതെ നമ്മൾ ഇങ്ങനെ ഇനി എത്ര നാൾ? വിഷമിക്കാതെ സുഹൃത്തെ, ദൈവം നമ്മുടെ വിലാപവും കണ്ണുനീരും കാണാതെ ഇരിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഫെലിസ്തീനിൽ ഒരാൾ എന്റെ കുടുംബത്തെ ആക്രമിക്കുവാൻ വന്നു. അപ്പോ എവിടെ നിന്നെന്നറിയില്ല ഒരു ശക്തനായ മനുഷ്യൻ ഞങ്ങളുടെ രക്ഷയ്ക്കായി എത്തിയത്. അയാൾ ഞങ്ങളെ ഫെലിസ്തീനിൽ നിന്ന് രക്ഷിച്ചു. പക്ഷെ പിന്നീട് ആ യുവാവ് എവിടേക്ക് പോയെന്ന് ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. അതെയോ? ആരായിരിക്കും ആ യുവാവ്? ആരായാലെന്താ, ഞാനും കുടുംബവും രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം. മതി, നേരം ഇരുട്ടി തുടങ്ങി. നമുക്ക് പോകാം. നല്ല കാറ്റടിക്കുന്നുണ്ട്. ചിലപ്പോൾ മഴ പെയ്യാനും സാധ്യതയുണ്ട്. എങ്ങനെയെങ്കിലും ഇരുട്ടാകുന്നതിന് മുമ്പ് കാട് കടക്കണം. നമ്മുടെ കൂട്ടത്തിലെ 3-4 പേരെ കാടിനുള്ളിൽ വെച്ച് കാണാതായെന്ന് പറയുന്നത് കേട്ടു. അതെ അതെ, ഏതോ സിംഹം ഇര തേടി കാട്ടിലൂടെ അലയുന്നുണ്ടെന്നും പറയുന്നു. ഭയങ്കര അലർച്ചയൊക്കെ കേട്ടവരുണ്ടെന്ന്. ഇനി അതെങ്ങാനും ആക്രമിച്ചതാകുമോ അവരെ? ഇസ്രയേലിന്റെ രക്ഷകനായ ദൈവമേ, ഞങ്ങളുടെ അപരാധങ്ങൾ പുറത്ത് ഈ അടിമത്തത്തിന്റെ വേദനകളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. വാ, നമുക്ക് പോകാം. നടക്ക് പെട്ടെന്ന്. അയ്യോ,
സിംഹം സിംഹം അയ്യോ സിംഹം ഓടിക്കോ. ഇസ്രായേൽ ജനത്തിന്റെ മോചനത്തിനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, സ്വർഗം തന്നെ വീരനെന്ന് വിളിച്ച ന്യായാധിപൻ, യഹോവയുടെ സൂര്യകിരണത്തിൽ ജനിച്ച മഹാശക്തി, ശത്രുക്കളുടെ കോട്ടകളെ തകർത്ത് ഇസ്രായേലിന് ന്യായപാലനം ചെയ്യുവാൻ പുതിയ നായകൻ, ശിംശോൻ, ദൈവത്തിന്റെ നീതിയുടെ മിന്നൽപ്പെട. നമ്മുടെ ശിംശോനല്ലേ അത്? അതെ, ഇത് അവൻ തന്നെ. ഇവനാണോ നിങ്ങൾ പറഞ്ഞ ആ ശക്തനായ യുവാവ്? അല്ലയോ യുവാവേ, താങ്കളെയല്ലേ ഞാൻ ആ ദിവസം ഇരുളിന്റെ മറവിൽ കണ്ടത്? എന്റെ കുടുംബത്തെ അങ്ങല്ലേ ഫെലിസ്തീനിൽ നിന്ന് രക്ഷിച്ചത്? നിങ്ങൾ ഒരു ഇസ്രായേലിയനാണോ? അതെ, ഞാൻ യഹോവയുടെ വാഗ്ദത്ത ഭൂമിയായ ഇസ്രായേലിൽ നിന്നുള്ളവൻ തന്നെ. താങ്കൾ തന്നെയാണോ ഞങ്ങളുടെ രക്ഷകൻ? എല്ലാം ദൈവനിയോഗം പോലെ നിവൃത്തിയാകും. ദേ കദീത്ത, ആഹാ, ഇന്ന് കൂടെ തബിഥയുണ്ടല്ലോ. നേരം ഇതുവരെയായിട്ടും നിങ്ങൾ പണിസ്ഥലത്ത് എത്തിയില്ലേ? ആ അക്യുലാസ് എങ്ങാനും വന്നാൽ. ഇതാണ് ഞങ്ങളുടെ കദീത്ത, ഇതവരുടെ അനിയത്തി തബീത്ത. ഇവർക്ക് മാത്രമാണ് നമ്മളോട് കുറച്ചെങ്കിലും കരുണയുള്ളത്. ഓ എന്റെ ബെഞ്ചമിൻ, ഒന്ന് നിർത്തൂ. ശിംശോൻ, ഇത് തിമ്നയിലെ ഗദിയേലിന്റെ മൂത്ത പുത്രി കദീത്ത. ഫെലിസ്ത്യ യുവതിയാണെങ്കിലും ഞങ്ങളോട് സ്നേഹമുള്ള ഇവളാണ് ഞങ്ങൾക്ക് ദിനവും ദാഹജലവുമായി എത്തുന്നത്. സ്നേഹിക്കാനുള്ള മനസ്സിനോടൊപ്പം ആവശ്യത്തിലധികം സൗന്ദര്യവും ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. നീ വന്നപ്പോൾ ഞാൻ കാത്തിരുന്നത് പോലെ തന്നെ എന്റെ ഹൃദയത്തിന് എന്തെന്നില്ലാത്തൊരു കുളിർമ. ഓ, വെറുതെ. ഇസ്രായേൽക്കാരുടെ കരുത്തും സൗന്ദര്യമൊന്നും ഈ പാവം ഫെലിസ്ത്യ യുവതിക്കില്ല. കദീത്ത, നീ ഒന്ന് അടങ്ങൂ. സത്യമല്ലേ അവൻ പറഞ്ഞത്? ഒന്ന് മിണ്ടാതിരിക്കേണ്ട അടിമേ. ശരീരവും പെരുപ്പിച്ച് മുടി നീട്ടി വളർത്തിയ ഒരുത്തനെ കണ്ടപ്പോ അവളുടെ ഭാവം മാറിയത് കണ്ടില്ല? ശിംശോൻ, ഞങ്ങൾ പോകട്ടെ. ആ അക്വിലാസ് നിരീക്ഷണത്തിന് എത്തുന്നതിന് മുൻപേ ഞങ്ങൾക്ക് പണി തുടങ്ങണം. ആര്? അക്വിലാസ്? അതെ, അക്വിലാസ് തന്നെ. ഫാബിയൻ ചക്രവർത്തിയുടെ ജ്യേഷ്ഠപുത്രനാണ് അക്വിലാസ്. ഒരു ക്രൂരൻ. അടിമകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിന്റെ മേൽനോട്ടം അയാൾക്കാണ്. ഇവൾക്കുമുണ്ട് അയാളോട് നീരസം. നീരസമോ? അതെന്തിനാ? അയാളുടെ കഴുകൻ കണ്ണുകൾ ഇവളുടെയും പിറകെയാണ്. അതോർത്ത് നിങ്ങൾ ഇനിയും വിഷമിക്കേണ്ട. ആ കണ്ണുകൾ ഞാൻ ചൂഴ്ന്നെടുത്തോളാം. ശിംശോൻ, ഇനിയും നിൽക്കുവാൻ നേരമില്ല. എന്നാൽ ഞാൻ ഇവരുടെ കൂടെ പോവുകയാണ്. നീ വരുന്നുണ്ടോ? നിൽക്കൂ കദിത. ആദ്യ ദൃഷ്ടിയിൽ തന്നെ എന്നിലേക്ക് അടുപ്പിക്കുന്ന കാന്തിക ശക്തിയായി നീ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. നീ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആനന്ദം, അത് പറഞ്ഞറിയിക്കാനാവുന്നില്ല കദീത. അങ്ങയുടെ ശക്തിയിലും സൗന്ദര്യത്തിലും വാക്ചാതുര്യത്തിലും ഞാൻ ആകൃഷ്ടയാണ്. താങ്കളെ കണ്ടപ്പോൾ മുതൽ ഞാൻ എന്തൊന്നില്ലാത്ത ഒരു സുരക്ഷിതത്വം അനുഭവിക്കുന്നത് പോലെ. നീ എന്റെ പ്രിയതമൻ, എന്റെ സംരക്ഷകൻ, എന്റെ സ്വപ്നങ്ങൾ മുഴുവൻ
നിറവേറ്റുവാൻ വന്നവനെ പോലെ. പക്ഷേ എന്തു പക്ഷേ? നീ ആരെയാണ് ഭയക്കുന്നത്? അക്യുലാസിനെയാണോ? അങ്ങ് ഒരു ഇസ്രായേൽക്കാരനാണ്, ഞാനോ ഒരു ഫെലിസ്ത്യ യുവതിയും. നമ്മുടെ ദേശങ്ങൾ എത്രത്തോളം വേർപിരിഞ്ഞതാണ്. എങ്കിലും എന്റെ ഹൃദയം നിന്നോടൊത്തിരിക്കുന്നു. ഹൃദയത്തിൽ തൊടുന്ന ഒരു ബന്ധവും അവസാനിക്കുന്നില്ല കദീത്ത. എങ്കിലും എന്റെ ഹൃദയം നിനക്കായി വിളിക്കുന്നു. എന്റെ വാക്കുകളിലും കണ്ണുകളിലും എന്റെ ആത്മാവിലും എന്നും നീ ഉണ്ടാകും. ഇതിനു മറുപടി നൽകുവാൻ എനിക്ക് വാക്കുകളില്ല ശിംശോൻ. ഈ സന്തോഷവേളയിൽ ഞാൻ എന്താണ് നിനക്ക് നൽകുക കദീത്ത? ഇതാ, എന്റെ കൈക്കരുത്തുകൊണ്ട് ജീവൻ വെടിഞ്ഞ സിംഹത്തിന്റെ അസ്ഥിപഞ്ജരത്തിൽ നിന്നും എടുത്ത ഈ തേൻകട്ടകൾ നീ സ്വീകരിക്കൂ. നിന്നോടൊത്തിരിക്കുമ്പോൾ നാഴികമണി നീങ്ങുന്നത് ഞാൻ അറിയുന്നില്ല ശിംശോൻ. പക്ഷേ നേരം ഒരുപാടായി. ഇന്നേക്ക് നമുക്ക് പിരിയാം. കദീത്ത, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്നും എന്റെ കരുതലിലും സ്നേഹത്തിലും ആയിരിക്കേണ്ടവളാണ് നീ. ശിംശോൻ, എന്താണിത്? ആരാണ്? ഫെലിസ്ത്യരുടെ അടിമത്തത്തിൽ നിന്നും ദൈവജനതയെ വിമോചിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട നീ എന്താണ് ദൈവമുമ്പാകെ ചെയ്യുന്നത്? ആരാണ് നിങ്ങൾ? ഞാനൊരു യാത്രികൻ, ദൈവത്തിന്റെ സന്ദേശവാഹകൻ. ദൈവശബ്ദത്തിന് കാതോർത്ത് ചുവടുകൾ വയ്ക്കുന്ന വഴിത്താരകളിൽ ചില വഴിവിളക്കുകൾ തെളിയും. ഈ യാത്രയിൽ ഞാൻ കണ്ടെത്തിയ ആ വിളക്ക് നീയാണ് ശിംശോൻ, ദൈവത്തിന്റെ വിളക്ക്. ദൈവത്തിന്റെ വിളക്കോ? അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഉടമ്പടി ലംഘിച്ച് അകന്നുപോയ ഇസ്രായേൽ ജനത്തെ മാറോട് ചേർക്കുവാൻ അവൻ കൊതിക്കുന്നു. അവർ അനുഭവിക്കുന്ന കൊടിയ പീഡകളിൽ നിന്നും മുക്തി പ്രാപിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത പോരാളിയാണ് നീ. അർപ്പിതനെങ്കിലും ദൗത്യബോധമില്ലാതെയുള്ള നിന്റെ പ്രവൃത്തികൾ ദൈവഹിതത്തിനെതിരാണെന്നുള്ള കാര്യം നീ മറക്കരുത്. ഞാനൊരു മജ്ജയും മാംസവുമുള്ള മനുഷ്യനാണ്. എന്നിലുമുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ. വെളിപ്പെടുത്തി കിട്ടാത്ത ചില നിഗൂഢ പദ്ധതികൾ എന്നിലും സംശയം ജനിപ്പിക്കുന്നു. ശിംശോൻ, വീഞ്ഞും വീര്യവുമുള്ള പാനീയങ്ങൾ ഉപേക്ഷിച്ച് അശുദ്ധമായതൊന്നും ഭക്ഷിക്കാതെ, അശുദ്ധമായതൊന്നും ചിന്തിക്കാതെ നാസീർ വ്രതബദ്ധനായി നീ ഇതുവരെ ജീവിച്ചത് യഹോവയുടെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അല്ലാത്ത പക്ഷം ഒരു വലിയ വിപത്ത് തന്നെ നിന്നെ തേടിവരും. ഞാൻ എന്റെ യാത്ര തുടരട്ടെ. മോനെ, നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഞാൻ തിമ്നയിലായിരുന്നു അപ്പാ. അവിടെ നമ്മുടെ ജനം വളരെ ക്ലേശത്തിലുമാണ്. ഞാൻ അറിയുന്നുണ്ട്. അപ്പാ, എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. ചില കാത്തിരിപ്പുകളല്ലേ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത്. എന്തു വന്നാലും കരുത്തുള്ള മനസ്സോടെ എന്തും നേരിടുമെന്ന തീരുമാനത്തോടെയുള്ള കാത്തിരിപ്പ്. ഇത്ര ദൃഢനിശ്ചയത്തോടെ നീ ആരെയാണ് കാത്തിരിക്കുന്നത്? ആ കാത്തിരിപ്പ് സഫലമാകണമെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം കൂടി എനിക്ക് ഉണ്ടാവണം അപ്പാ. ഞാൻ തിമ്നയിൽ വെച്ച് ഒരുവളെ കണ്ടുമുട്ടി. ശിംശോൻ, നിന്റെ കരുത്തുറ്റ മനസ്സിനെ ആരാണ് പിടിച്ചു കുലുക്കിയത്? മകനെ, നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഞാൻ ഒരുവളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഒരുപക്ഷെ നിങ്ങൾക്ക് സങ്കടമായേക്കാം. വേർപിരിക്കാനാവതില്ലാത്ത ഒരു ആത്മബന്ധം ഞങ്ങൾ തമ്മിൽ ആയിക്കഴിഞ്ഞു. അവളൊരു ഫെലിസ്ത്യ യുവതിയാണ്, കദീത്ത. നമ്മുടെ ഗോത്രങ്ങളിലൊന്നും മനസ്സിനിണങ്ങുന്ന യുവതികളില്ലാഞ്ഞിട്ടാണോ നീ? നിങ്ങളുടെ ഒരു ഗോത്രവും കുറെ പാരമ്പര്യങ്ങളും. എനിക്കതൊന്നും കേൾക്കണ്ട. മോനെ ശിംശോൻ, അല്ല, നീ കേൾക്കണം. ഞങ്ങൾ ഒന്നായി തീർന്ന നിമിഷാർത്ഥം മുതൽ ഒരുപാട് പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു കാലം കഴിഞ്ഞിട്ടും ജീവിത സന്ധ്യകളിൽ തളരാതെ ദുഃഖത്തിന്റെ ഇരുണ്ട രാവുകളിൽ നമ്മുടെ ഏക ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് മുട്ടുകുത്തി നിലവിളിച്ചപ്പോ
ദൈവദൂതന്റെ രൂപത്തിൽ വന്ന ഉത്തരമാണ് നീ. അല്ലാതെ കാളക്കുട്ടിയെ മെനഞ്ഞുണ്ടാക്കി ബലി കൊടുത്തു നേടിയതല്ല നിന്നെ. ഒന്ന് നിർത്തുമോപ്പാ നിങ്ങളുടെ ദൈവശാസ്ത്രം. തിരിച്ചറിവുള്ള കാലം മുതൽ ഞാൻ കേൾക്കുന്നതാണ് ഈ കഥകളൊക്കെ. നിങ്ങൾ പറഞ്ഞതുപോലെ ലഹരിപാനീയങ്ങൾ ഉപയോഗിക്കുകയോ തലയിൽ കത്തി തൊടുകയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. മകനെ, ആദ്യം വേണ്ടത് നിന്നോടിത് അനുഷ്ഠിക്കാൻ പറഞ്ഞവനിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. നിന്റെ ജീവിത സഖിയായി വരേണ്ടവൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവളായിരിക്കണം. ഇവളെ പോലെ. വേണ്ട, ഇക്കാര്യത്തിൽ എന്നെ എതിർക്കാനോ ഉപദേശിക്കാനോ ആരും നിൽക്കേണ്ട. ഞാൻ ആഗ്രഹിച്ചതെന്തോ അത് ഞാൻ നേടിയിരിക്കും. ശിംശോൻ, അവനെ ദയവായി അവനെ തിരികെ വിളിക്കൂ. അവൻ പോകട്ടെ. അവൻ ഒരുപാട് വളർന്നു പോയിരിക്കുന്നു. അരുത്, അങ്ങ് മറ്റൊന്നും മനസ്സിൽ വിചാരിക്കരുതേ. നമുക്ക് വിട്ടുകൊടുക്കാം. അവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മുടെ തീരുമാനങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാം. അവന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നമുക്ക് സ്വീകരിക്കാം. എന്തായാലും ദൈവം തിരഞ്ഞെടുത്തതല്ലേ അവനെ. ദൈവം താങ്ങിക്കോളും. വരൂ വരൂ, എല്ലാവരും കടന്നു വരൂ. എന്റെ മകൻ ശിംശോനും ഗദിയലിന്റെ പുത്രി കദീത്തയും ഒന്നാകുന്ന ഈ ദിവസം ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാവർക്കും വിവാഹ വിരുന്നിലേക്ക് സ്വാഗതം. സംഗീതവും നൃത്തവുമില്ലാതെ നമ്മൾക്ക് എന്താ ആഘോഷം? എവിടെ തബീത്ത? ആരാണിത്? അഖിലാസ് പ്രഭു. വിവാഹ വിരുന്നിലേക്ക് അങ്ങേക്ക് സ്വാഗതം. അക്യുലാസ്, അങ്ങേക്ക് പ്രണാമം. ഇതാണ് എന്റെ ഭർത്താവ് ശിംശോൻ. ശിംശോൻ, ശിംശോൻ എന്ന ഇസ്രായേല്യൻ എന്ന് പറയൂ ഖദീത്ത. അഭിനന്ദനങ്ങൾ ശിംശോൻ, അഭിനന്ദനങ്ങൾ. സുന്ദരിയായ ഒരു ഫിലിസ്തീയ യുവതിയെ സ്വന്തമാക്കിയ നിന്റെ സാമർഥ്യത്തിന്. സന്തോഷം അക്യുലാസ്. താങ്കളുടെ പ്രശംസയ്ക്ക് നന്ദി. അങ്ങയുടെ പ്രവൃത്തികളെപ്പറ്റി ഞാൻ വളരെയേറെ കേട്ടിരിക്കുന്നു. ഈ വിശേഷ ദിവസം തന്നെ പരിചയപ്പെടുവാൻ സാധിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഈ വിശിഷ്ടാതിഥികളെ തൃപ്തിപ്പെടുത്തുവാൻ നീ എന്താണ് ഒരുക്കിയിരിക്കുന്നത് ശിംശോൻ? നിന്നെ പോലെ നൃത്തച്ചുവട് വെക്കാൻ എനിക്കറിയില്ല. എങ്കിലും ഈ ഫെലിസ്ത്യ പ്രഭുക്കൾക്ക് മുൻപിൽ ഞാനൊരു കടങ്കഥ പറയാം. ഇന്നേക്ക് 7 ദിവസത്തിനകം ഇതിനുത്തരം പറഞ്ഞാൽ 30 ചണവസ്ത്രവും അത്ര തന്നെ വിശേഷ വസ്ത്രവും ഞാൻ നൽകും.
അല്ലാത്ത പക്ഷം നിങ്ങളും അതുപോലെ എനിക്ക് തിരികെ തരണം. കേവലം ഒരു കടങ്കഥയ്ക്ക് ഉത്തരം നൽകുവാൻ കഴിവില്ലാത്ത ഗണമെന്നാണോ നീ ഈ ഫെലിസ്ത്യരെ പറ്റി കരുതിയിരിക്കുന്നത്? ഉത്തരം നൽകാൻ 7 ദിവസം പോലും. എന്നാൽ കേട്ടുകൊള്ളുക പ്രഭുജനമേ, ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. ഉത്തരം നിങ്ങൾ ആലോചിച്ചു പറഞ്ഞാൽ മതി. കൊള്ളാം ശിംശോൻ, ശക്തിക്കൊപ്പം ബുദ്ധിയും നിനക്കുണ്ടെന്ന് മനസ്സിലായി. നിന്റെ വെല്ലുവിളി നാം സ്വീകരിച്ചിരിക്കുന്നു. നീ ആവശ്യപ്പെട്ടതുപോലെ 7 ദിവസത്തിനകം ഞാൻ ഇതിനുത്തരം നൽകിയിരിക്കും. ഇത് അക്വിലാസിന്റെ വാക്ക്. അവന്റെ ഒരു കടങ്കഥ, അപമാനിക്കപ്പെട്ടവന്റെ അപകർഷത ചിന്തിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ മുറിവുകളാണ് എന്നിൽ ഉണ്ടാക്കുന്നത്. അക്വിലാസ് പ്രഭു, ആ ശിംശോന്റെ ചോദ്യത്തിന് നമ്മൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഫിലിസ്ത്യ ജനതയ്ക്ക് മുഴുവൻ നാണക്കേടാണ്. അതെ അതെ, ഏത് തന്ത്രം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഉത്തരം കണ്ടെത്തിയേ തീരൂ. അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ മാനം മുഴുവൻ ആ അടിമകൾക്കായി തീരെഴുതി കൊടുക്കേണ്ടി വരും. ശരിയാണ്. പക്ഷേ ഏത് മാർഗമാണ് നമ്മൾ സ്വീകരിക്കുക? അപഹാസ്യനാകുന്നതിനേക്കാൾ ഭേദം മരണമായിരിക്കും. എന്താണ് ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ, എല്ലാവരും ആകെ അസ്വസ്ഥരാണല്ലോ. അക്വിലാസ്, നിനക്കിതെന്തു പറ്റി? അപ്പോൾ അങ്ങിതൊന്നും അറിഞ്ഞില്ലേ? ഫിലിസ്ത്യരുടെ ബുദ്ധിക്കും ശക്തിക്കും ഒരടിമ വില പറഞ്ഞിരിക്കുന്നു. അടിമയോ? ആരാണയാൾ? അതേ പ്രഭോ, പേര് ശിംശോൻ. അക്വിലാസ്, കാര്യങ്ങൾ വ്യക്തമായി പറയുന്നതാണ് ഈ ഈഗാൾ പ്രഭുവിന് ഇഷ്ടം. പ്രഭു, നമ്മോട് ഒരു ഇസ്രയേൽക്കാരൻ ശിംശോൻ ഒരു കടംകഥ ചോദിച്ചിരിക്കുന്നു. 7 ദിവസത്തിനകം ഉത്തരം പറയുവാൻ സാധിച്ചില്ലെങ്കിൽ ഫിലിസ്ത്യ ജനതയുടെ മാനം ആ അടിമയ്ക്ക് മുൻപിൽ അടിയറവ് വയ്ക്കേണ്ടി വരും. ഇതുവരെ ഉത്തരത്തിന്റെ ഒരു സൂചന പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരടിമയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനാണോ നിങ്ങൾ ഈ തലമുകയ്ക്കുന്നത്? ഈഗാൾ പ്രഭു കേൾക്കട്ടെ, എന്തായിരുന്നു അവന്റെ കടങ്കഥ? ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. ഇതാണ് അവന്റെ ചോദ്യം. ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും. പ്രഭുക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവിൻ. ഇതിനുള്ള ഉത്തരം ഈ ഈഗാൾ പ്രഭു കണ്ടെത്തിയിരിക്കും. അക്വിലാസ്, പിതാവേ, അങ്ങിത് കാര്യമായിട്ടാണോ പറഞ്ഞത്? അക്വിലാസ്, നിനക്കിതുവരെയും നിന്റെ പിതാവിനെ മനസ്സിലായിട്ടില്ലേ? കഴുകന്റെ കണ്ണുകളും വിഷം പകരുന്ന സർപ്പത്തിന്റെ വിവേകവും നിന്റെ സിരകളിൽ നിറയട്ടെ. എനിക്കറിയാം, ആ ഗതിയലിന്റെ സുന്ദര പുഷ്പം നിന്റെ മനസ്സിലും ഇടം പിടിച്ചിരിക്കുന്നുവെന്ന്. ശരിയല്ലേ അക്വിലാസ്? എന്താ അവളുടെ പേര്? ഖദീത്ത. നീ പറഞ്ഞ ആ ഇസ്രയേലിയൻ ഖദീത്തയെ നിന്നിൽ നിന്നും അടർത്തിയെടുത്തു. ഇപ്പോൾ ഇതാ ഫെലിസ്ത്യ ദേശത്തിന് വിലയും പറഞ്ഞിരിക്കുന്നു. കഷ്ടം. അങ്ങ് പറയൂ, ഞാൻ എന്തു ചെയ്യണം? ഞാൻ എങ്ങനെ അവരെ നേരിടും? സമനില തെറ്റിയവനെ പോലെ നീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ശക്തി കൊണ്ടവനെ കീഴടക്കി ഈ മണ്ണിൽ മുറിച്ചിടാൻ നമുക്കാവില്ല പിതാവ്. തോറ്റുകൊടുക്കാൻ മനുഷ്യന് പല കാരണങ്ങളും ഉണ്ടാകും. പക്ഷേ ഏതു മാർഗം സ്വീകരിച്ചുകൊണ്ടും അതിനെ വീണ്ടെടുക്കാനുള്ള ആവേശം അത് നിന്നെ സന്തുഷ്ടനാക്കും. മോനെ അക്വിലാസ്, മണ്ണിലല്ല വിഭജനങ്ങൾ നടക്കുന്നത്, മനസ്സിലാണ്, മനുഷ്യ മനസ്സിലാണ് വിഭജനങ്ങൾ നടക്കുന്നത്. ആ ശക്തിമാന്റെ മനസ്സിന് വിള്ളലേൽപ്പിക്കാൻ നമുക്കെങ്ങനെ സാധിക്കും? അതിനൊരു വജ്രായുധം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്, ഖദീത്ത. ഇന്നവൾ ഒരു ഇസ്രയേലിയന്റെ ഭാര്യയായിരിക്കും. എന്നാൽ അവളിലൂടെ ഒഴുകുന്നത് ഒരു ഫിലിസ്ത്യ രക്തമാണ്. നിന്നെ ലഹരി പിടിപ്പിച്ച അവളിലൂടെ തന്നെ നമ്മളത് നേടിയെടുക്കും.
അല്ല, ഇന്ന് 7-ാം ദിനമായല്ലോ. ഉത്തരവുമായി ഒരു ഫെലിസ്തീനെ പോലും ഈ വഴിക്ക് കാണുന്നില്ലല്ലോ. ബെഞ്ചമിൻ, ഇത് ശിംശോന്റെ ചോദ്യമാണ്. ഉത്തരം കിട്ടാൻ അവർ കുറെ പാടുപെടും. എന്താണ് ശിംശോൻ, ഞങ്ങളുടെ ഉപഹാരങ്ങളൊക്കെ തയ്യാറല്ലേ? സമ്മാനങ്ങൾ ഉത്തരം പറയുന്നവർക്കാണ്, അല്ലാതെ വെറുതെ വീമ്പടിക്കുന്നവർക്കല്ല. ഇവനാണോ അക്യുലസ്? ചോദ്യവുമായി വന്ന ആ പിറച്ചെറുക്കൻ? എന്തായിരുന്നു അവന്റെ ചോദ്യം? ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. ഉത്തരമറിയാത്തതിന്റെ ജാള്യത മറയ്ക്കാനാണോ ഈ പരിഹാസം? അറിയാമെങ്കിൽ കേൾക്കട്ടെ നിങ്ങളുടെ ഉത്തരം. ഏതെങ്കിലും ഒരുത്തൻ സിംഹത്തെ കൊന്നു കാണും. അതിന്റെ അസ്ഥികൂടത്തിൽ തേനീച്ച കൂടും വെച്ച് കാണും. ഏതോ വഴിപോക്കൻ ആ തേനെടുത്ത് കുടിച്ചിട്ട് വീമ്പിളക്കി കാണും ഞാനാണ് ആ സിംഹത്തെ കൊന്നതെന്ന്. വാചകമടി നിർത്തൂ. ചുണയുണ്ടെങ്കിൽ ഉത്തരം പറയൂ പ്രഭുക്കന്മാരെ. ഇനിയും നിനക്ക് മനസ്സിലായില്ലേ ബെഞ്ചമിൻ? ചോദിച്ചവൻ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്നാൽ നീയും വ്യക്തമായി കേട്ടുകൊള്ളൂ. തേനിനേക്കാൾ മാധുര്യമുള്ളതെന്ത്? സിംഹത്തിനേക്കാൾ കരുത്തുള്ളതാര്? കദീത, കദീത, എന്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നുവെങ്കിൽ ഈ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു. അക്യുലാസ്, നിങ്ങൾ ഇപ്പോൾ മടങ്ങൂ. നിങ്ങൾക്കുള്ള സമ്മാനം ഞാൻ എത്തിക്കുന്നതായിരിക്കും. കദീത, എന്റെ ദേശത്തെയും വംശത്തെയും മറന്ന് അപ്പന്റെയും അമ്മയുടെയും വാക്കുകളെ ധിക്കരിച്ചുമാണ് നിന്നെ ഞാൻ സ്വന്തമാക്കിയത്. എന്നോട് നീ അവിശ്വസ്തത കാണിക്കുവാൻ പാടില്ലായിരുന്നു. എന്നോട് പൊറുക്കണം. അവരുടെ ഭീഷണിക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞു പോയതാണ്. ഇത് അങ്ങയെ ഇത്ര അപമാനിതനാക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്നോട് ദയവായി ക്ഷമിച്ചാലും. എനിക്കേറ്റ അപമാനത്തെക്കാൾ ഉപരിയായി നിന്റെ അവിശ്വസ്തത, അതാണ് എന്നെ വേദനിപ്പിച്ചത്. എന്നെയും എന്റെ കുടുംബത്തെയും ചുട്ടരിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? കദീത, ദാമ്പത്യ ജീവിതം പരസ്പരമുള്ള വിശ്വസ്തതയുടെ ഉടമ്പടിയാണ്. വഞ്ചനയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. ഇനി നിന്നെ ഞാൻ ഉൾക്കൊള്ളുന്ന സമയം വരെ നിനക്ക് നിന്റെ പിതൃഭവനത്തിൽ കഴിയാം. ഇപ്പോൾ തന്നെ യാത്ര തിരിച്ചോളൂ. ബെഞ്ചമിൻ, എന്റെ മനസ്സ് ഒരുപാട് കഠിനമായി പോയിരിക്കുന്നു. ശിംശോൻ, ഞങ്ങൾ ഒരു കാര്യം ധരിപ്പിക്കുവാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതെയോ? എന്താണത്? ഞങ്ങളുടെ യാത്ര കഴിഞ്ഞ ദിവസം തിമ്നയിലേക്കായിരുന്നു. ഫെലിസ്ത്യരുടെ ഇടയിൽ നിന്നും കേൾക്കാൻ സുഖമില്ലാത്ത ചില വാർത്തകളാണ് കേട്ടത്. വാർത്തകൾ? എന്തു വാർത്തകൾ? കടങ്കഥയുടെ ഉത്തരമായി ശിംശോൻ നൽകിയ ചണവസ്ത്രത്തിൽ ഫിലിസ്തീനയുടെ തന്നെ രക്തം പുരണ്ടിട്ടുണ്ടെന്ന് അവരുടെ ഇടയിൽ ഒരു സംസാരം ഞാനും കേട്ടു. അതെന്റെ പ്രതികാരമാണ്. 30 ഫെലിസ്ത്യ യുവാക്കളുടെ ജീവനെടുത്ത് അവരുടെ രക്തം പുരണ്ട വസ്ത്രം തന്നെയാണ് അക്വിലാസിന് ഞാൻ കൊടുത്തയച്ചത്. ശിംശോൻ, പിന്നെ മറ്റൊരു ആഘോഷവും തിമ്നയിൽ നടക്കുകയുണ്ടായി. ആഘോഷമോ? തിമ്നയിലോ? അക്വിലാസ് കദീത്തയെ വിവാഹം ചെയ്തു. അക്വിലാസ്? കദീത്ത? ഓ, മതി. നിങ്ങളൊന്ന് പോകുമോ? എനിക്കിവിടെ തനിച്ചൊന്നിരിക്കണം. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്റെ ഉള്ളിൽ ആളിക്കത്തുന്ന പ്രതികാരാഗ്നി ഫെലിസ്ത്യ ജനതയ്ക്ക് ഞാൻ പകർന്നു കൊടുക്കും. ഇതാണ് എന്റെ നിയോഗം. അയ്യോ, നമ്മുടെ വയൽ കത്തുന്നേ! രക്ഷിക്കൂ! ആരാണ് ഈ കുറുതനെയുള്ള വാലിൽ തീ കൊളുത്തിയത്? അയ്യോ, ആരാണ്? നമ്മുടെ വയലെല്ലാം കത്തുന്നേ! ആരെങ്കിലും ഓടി വരൂ! നമ്മുടെ വയൽ കത്തുന്നേ! വയലെല്ലാം കത്തുന്നേ! ശിംശോനല്ലേ അത്? അവനാണ് ഇത് ചെയ്തത്. പിടിച്ചു കെട്ടവനെ! നമ്മുടെ വയലുകൾക്ക് അവനാണ് തീയിട്ടത്. കൊല്ലവനെ!
നീ ആരാണ്? ഞാൻ സോറേക് താഴ്വരയിൽ താമസിക്കുന്ന ഒരു ഫെലിസ്തീയ യുവതിയാണ്, ദലീല. അങ്ങയെക്കുറിച്ചും അങ്ങയുടെ ശക്തിയെക്കുറിച്ചും ഞാൻ ധാരാളം കേട്ടിരിക്കുന്നു. അങ്ങിപ്പോൾ വളരെ ക്ഷീണിതനാണ്. താഴ്വരയിൽ എനിക്ക് സ്വന്തമായൊരു വീടുണ്ട്. വരൂ, ഞാൻ അങ്ങയെ ശുശ്രൂഷിക്കാം. വേണ്ട, പോയിക്കോളൂ. നിങ്ങളെയും നിങ്ങളുടെ ദേശക്കാരെയും കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. വെറുമൊരു കഴുതയുടെ താടിയല്ലുകൊണ്ട് ഇവരെ കൊന്നുകൂട്ടി എനിക്ക് ഈ പരിക്കുകളൊക്കെ വെറും നിസ്സാരമാണ്. എല്ലാ ഫെലിസ്തരെയും അങ്ങ് ശത്രുഗണത്തിൽ ഉൾപ്പെടുത്തരുത്. അങ്ങയുടെ ധീരത എന്റെ മനസ്സിനെ എന്നേ കീഴ്പ്പെടുത്തി കളഞ്ഞിരുന്നു. എന്നെ വെറുതെ വിട്ടേക്കൂ. കെടാതിരിക്കാൻ ഞാൻ അടുത്തു പിടിച്ച തീ തന്നെയാണ് എന്നെ പൊള്ളിച്ചത്. ഇപ്പോഴും ഉണങ്ങാത്ത മുറിവുകൾ എന്റെ ഉള്ളിൽ കിടന്ന് നീറുന്നുണ്ട്. ഈ ദലീല ആത്മാർത്ഥമായിട്ടു തന്നെയാണ് അങ്ങയെ വിളിക്കുന്നത്. അങ്ങയുടെ ക്ഷീണമകറ്റി കൂടുതൽ കരുത്തുള്ളവനാക്കും ഞാൻ. അങ്ങ് എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നാലും. എന്താണ് ദലീല ഒറ്റയ്ക്കൊരു സ്വപ്നം കാണൽ? വന്ദനം പ്രഭുക്കന്മാരെ. എന്താണ് രണ്ടാളും കൂടി ഈ ഉള്ളവളുടെ ഭവനത്തിൽ? അത് പിന്നെ ദലീല, നമ്മുടെ വർഗശത്രുക്കളായ അടിമകളിൽ ഒരുവനെ ഇവിടെ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കാൻ നിനക്ക് നാണമില്ലേ ദലീല? ഓ, അതറിഞ്ഞിട്ടുള്ള വരവാണല്ലേ. അമിതാവേശം വേണ്ട ദലീല. ഇപ്പോൾ തന്നെ അവൻ നമ്മുടെ ജനത്തെ കണക്കില്ലാതെ കൊന്നിരിക്കുന്നു. ഫിലിസ്ത്യ ഗണത്തിന്റെ നിലനിൽപ്പിന് അവനൊരു ഭീഷണിയാണ്. എന്ത് വില കൊടുത്തും അവനെ ഉന്മൂലനം ചെയ്തേ മതിയാവും. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സ്ത്രീകൾ അവനൊരു ബലഹീനതയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ അതികായന്റെ ശക്തിയുടെ രഹസ്യം നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. അവിടെയാണ് നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യം. എല്ലാ പുരുഷന്മാരും എന്റെ സൗന്ദര്യത്തിൽ മതിമറന്നിട്ടേയുള്ളൂ. ആദ്യമായാണ് ഞാനൊരു പുരുഷന്റെ സൗന്ദര്യത്തിലും മേക്കരത്തിലും ആകൃഷ്ടയാകുന്നത്. ദലീല, ഞങ്ങളെ എതിർക്കുവാൻ നിനക്കാവില്ല. അവന്റെ ശക്തിയുടെ രഹസ്യം നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ദിവസം ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 പൊൻപണം വീതം തരും. അതിനു മുന്നോടിയായി ഇന്നത് നീ സ്വീകരിച്ചു കൊള്ളുക. വാങ്ങിക്കോ. വേണ്ട, എന്നോടൊന്നും പറയണ്ട. നിങ്ങളുടെ സ്നേഹം വെറും കപടമാണെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞു കഴിഞ്ഞോ നിന്റെ പരിഭവം പറച്ചിൽ? അല്ലേലും ഇങ്ങനെ നിന്നെ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അല്ലെങ്കിലും എന്നെ കളിയാക്കുന്നതിലല്ലേ നിങ്ങൾക്ക് സന്തോഷം? അങ്ങ് പറഞ്ഞതുപോലെ ഉണങ്ങാത്ത 7 ഞാണുകൾ കൊണ്ട് അങ്ങയെ ഞാൻ ബന്ധിച്ചു. ഒരിക്കലും ഉപയോഗിക്കാത്ത പുതിയ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി. തലമുടി ഇഴകൾ പാവിനോട് ചേർത്ത് നെയ്തു. പക്ഷേ അവയെല്ലാം നീ നിസാരമായി തകർത്തു കളഞ്ഞു. നിന്റെ ശക്തിയുടെ രഹസ്യം നീ സ്നേഹിക്കുന്ന പെണ്ണ് അറിയുന്നതുകൊണ്ട് എന്താണ് തെറ്റുള്ളത്? ദലീല, നീ വീണ്ടും പറഞ്ഞു വരുന്നത്? ശിംശോൻ, എനിക്ക് മോഹിക്കാൻ കുറെ ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒന്നറിയണമെന്നുണ്ട്. അതെ, ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഈ പുരുഷന്റെ ശക്തിയുടെ രഹസ്യം. ചില രഹസ്യങ്ങൾ എന്നേക്കുമായി പൂട്ടിയിടാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് കുത്തിത്തുറക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ശരിയാണോ? കുഴപ്പമില്ല. നിനക്ക് എന്നോടുള്ള സ്നേഹത്തിന് ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്നോടൊപ്പം ഈ വീഞ്ഞു നുകരൂ. ഇല്ല, ലഹരിപാനീയങ്ങൾ എനിക്ക് നിഷിദ്ധമാണ്. പക്ഷേ ദലീല, നൊമ്പരങ്ങളുടെ പടുകുഴിയിൽ വീണ് ഇരുളടഞ്ഞ എന്റെ ജീവിതത്തിന് പുതുലഹരി പകർന്നു നൽകിയത് നിന്റെ സ്നേഹമാണ്. ആ സന്തോഷവും സ്നേഹവും നീയൊരുക്കിയ വീഞ്ഞിലൂടെ ആസ്വദിക്കുന്നതിൽ തെറ്റില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സന്തോഷം. അങ്ങയുടെ ശക്തിയുടെ രഹസ്യം എന്നിൽ നിന്ന് മറച്ചുവെങ്കിലും ഞാനുണ്ടാക്കിയ വീഞ്ഞു നുകരാൻ അങ്ങ് മനസ്സ് കാണിച്ചല്ലോ. നിനക്കറിയുമോ ദലീല, യഥാർത്ഥ സ്നേഹമെന്നത് കൈക്കുമ്പിളിൽ കോരിയെടുക്കുവാനോ തട്ടിയെടുക്കുവാനോ സാധിക്കുകയില്ല.
നീ എന്റെ ഹൃദയം കവർന്നിരിക്കുന്നു ദലീല. അങ്ങനെയെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കിടയിൽ എന്തിനാണ് ശിംശോൻ രഹസ്യങ്ങൾ? എന്റെ വീഞ്ഞു നുകർന്നിട്ടും നിങ്ങളുടെ ശക്തിക്ക് ഒരു കോട്ടവും സംഭവിച്ചില്ലല്ലോ. നിങ്ങൾ ഇനിയെങ്കിലും പറയൂ, എന്താണ് അങ്ങയുടെ ശക്തിയുടെ രഹസ്യം? നിന്റെ സ്നേഹത്തിനു മുൻപിൽ ഞാൻ ബലഹീനനാകുന്നു ദലീല. നീ അറിയാത്തതായി എന്റെ ജീവിതത്തിൽ ഇനി ഒന്നും വേണ്ട. എന്റെ ശക്തി ദലീല, എന്റെ ശക്തി പറയൂ ശിംശോൻ, വേഗം പറയൂ. അത് ഈ മുടിയാണ്. ക്ഷൗരം ചെയ്യാത്ത എന്റെ മുടി. സത്യമാണോ നീ ഈ പറയുന്നത്? നമുക്കിടയിൽ ഇനി രഹസ്യങ്ങൾ ഒന്നുമില്ല ദലീല. ജനനം മുതലേ ഞാൻ യഹോവയ്ക്ക് വിധിക്കപ്പെട്ടവനാണ്. എന്റെ മുടി മുറിച്ചാൽ ഞാൻ സാധാരണക്കാരനെ പോലെയാകും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദലീല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദലീല. ഫെലിസ്ത്യ ഗണത്തിനു മുഴുവൻ പേടി സ്വപ്നമായി അതികായനായി നിലകൊണ്ടവൻ ഈ ദലീലയ്ക്ക് മുന്നിൽ തോറ്റുപോയിരിക്കുന്നു. അക്വിലാസ്, പ്രായം എന്റെ ബുദ്ധിക്ക് ഒരു കോട്ടവും വരുത്തിയിട്ടില്ലെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? ഈ കൂർവ ബുദ്ധി എനിക്ക് കൂട്ടായിട്ടുള്ളത് കൊണ്ടല്ലേ ഞാനിങ്ങനെ വീണ്ടും സന്തോഷവാനായിരിക്കുന്നത്. വിളവെടുപ്പുത്സവം വരികയല്ലേ? ഫെലിസ്ത്യരോട് ഇവൻ ചെയ്ത ക്രൂരതകൾക്ക് പകരമായി ഗാസയിലെ ജനങ്ങൾക്ക് മുന്നിൽ ഇവനെ പ്രദർശിപ്പിക്കണം. നമ്മുടെ ജനം കണ്ടു സന്തോഷിക്കട്ടെ. ജനം കൂടുതൽ സന്തോഷിക്കാൻ ഇവനെ ഇങ്ങനെ കണ്ടാൽ പോരാ. നമ്മുടെ ആയുധപ്പുരകളിൽ നിന്നും ഇവനു വേണ്ടി ചങ്ങലകളും തോൽവാറുകളും പൊടിതട്ടിയെടുക്കും. ഇസ്രായേൽ നേതാവിന്റെ ശരീരത്തിൽ തട്ടി അവയൊക്കെ ഒന്ന് മിനുങ്ങട്ടെ. ഓ എന്റെ ദൈവമേ, എന്റെ കണ്ണുകൾ സദാ അങ്ങിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എന്നോട് കൃപ തോന്നണമേ. അക്വിലാസ്, അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവന്റെ കണ്ണുകൾ അവന്റെ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞുവെന്ന്. നമ്മുടെ ദേവന്മാർക്ക് അതൊരു കുറച്ചിലല്ലേ? അതെ, അതൊരു കുറച്ചിൽ തന്നെയാണ്. നീ അവന്റെ കണ്ണുകൾ എടുത്തുകൊണ്ട് നമ്മുടെ ദേവന്മാർക്ക് സമർപ്പിച്ചേക്ക്. അവരും കാണട്ടെ ഇസ്രായേൽ നേതാവിന്റെ നയന തേജസ്. വേണ്ട അക്വിലാസ്, നിന്റെ പ്രവൃത്തി മൂലം നീയും നിന്റെ ദേശവും നശിക്കും. ധിക്കാരം പറയുന്നു. ചൂഴ്ന്നെടുക്കവന്റെ കണ്ണുകൾ. ഓ, തടവറ എവിടെ? മകനെ, അമ്മേ, അപ്പ, എന്നെ വിളിച്ചവന്റെ വഴിമറന്നു. എന്റെ ജീവിത നിയോഗം അറിയാതെ സഞ്ചരിച്ചതിനുള്ള ശിക്ഷയാണിത്. എനിക്ക് നിങ്ങളെ ഒന്ന് അവസാനമായി കാണുവാൻ പോലും സാധിക്കുന്നില്ലല്ലോ ദൈവമേ. ദൈവത്തിന്റെയും അപ്പന്റെയും വാക്കിന് വില കൽപ്പിക്കാത്ത ഈ പാപിയായ പുത്രനോട് പൊറുക്കേണമേ. മകനെ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഞങ്ങളെ ഒരുമിപ്പിച്ചവനിലുള്ള ദൈവഭയവും വിശ്വാസവും ഇന്ന് വരെ ഞങ്ങൾ കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് മനസ്സുരുകി ദൈവത്തെ വിളിക്കൂ. യഹോവ നിന്നെ രക്ഷിക്കും.
ശിംശോൻ, മകനെ, എത്ര തവണ നിനക്കായി ഞാൻ വിളക്ക് തെളിയിച്ചു. പക്ഷേ നിന്നിലെ അധമ വിചാരങ്ങൾ അത് ഊതിക്കെടുത്തി. ഇപ്പോൾ നീ നിൽക്കുന്ന ഇടം തിരിച്ചറിയുവാൻ പോലും ആവാത്ത വിധം ഇരുണ്ടു പോയല്ലോ നിന്റെ ജീവിതം. ഇതൊന്നും താങ്ങുവാനുള്ള മനഃശക്തി പോലും എനിക്കില്ലാതെയായിരിക്കുന്നു. അന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്തത് ഇന്ന് ഉൾക്കണ്ണുകൊണ്ട് നീ കാണുന്നു. മകനെ, ഇതൊരു തിരിച്ചറിവാണ്. നിനക്ക് മാത്രമല്ല, ഈ ജനതയ്ക്ക് മുഴുവനും. നിന്റെ ശക്തി കൊണ്ട് നീ ആയിരങ്ങളെ കീഴ്പ്പെടുത്തിയെങ്കിൽ ഇന്ന് നിനക്ക് ദൈവത്തിന്റെ ശക്തിയാൽ 10,000-ങ്ങളെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. എന്തെന്നാൽ നിന്റെ യഹോവയായ ദൈവം ശക്തനാണ്. ഇസ്രായേലിന്റെ സ്തുതികളുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന സർവശക്തനായ യഹോവേ, എന്നോട് കരുണ തോന്നേണമേ. അങ്ങയുടെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരതരമായി മറ്റൊന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുവാൻ വൈകിപ്പോയി. അധാർമികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. ദയവ് തോന്നി എന്നിൽ കടാക്ഷിക്കണമേ. നമ്മുടെ ദേശത്തിന്റെ ഐശ്വര്യമായ ബാൽദേവനും ദാഗോൾ ദേവനും നാം സമർപ്പിക്കുന്ന വിശേഷ പൂജയിൽ പങ്കെടുക്കുവാൻ വിളവെടുപ്പുത്സവത്തിന്റെ സന്തോഷത്തിലായിരുന്നു കൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഗാസ നിവാസികളെ, നിങ്ങൾക്ക് ഈ ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ വന്ദനം. ഇവിടെ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ നിർത്തവനെ. ഇതാ ഇസ്രായേലിന്റെ ശക്തനായ ന്യായാധിപൻ, ഇന്ന് നമ്മുടെ ദേവന്മാർക്കുള്ള ബലിമൃഗം. ചതിയിൽ കൂടെ നിങ്ങൾ നേടിയ വിജയങ്ങൾക്ക് അല്പായുസേയുള്ളൂ അഖിലാസ്. എന്റെ യഹോവ എന്നോടും എന്റെ ജനത്തോടും കരുണ വർഷിക്കുന്നത് ഇന്ന് നീ കാണും. ആരെവിടെ? അടിക്കവനെ. എഴുന്നേൽപ്പിച്ച് നിർത്തവനെ. ഈ പൂജാ മന്ദിരത്തിൽ കൂടിയിരിക്കുന്ന അനേകരെ സാക്ഷി നിർത്തി ഇതാ ഒരു കണ്ണുപൊട്ടന്റെ പ്രകടനം. എന്നെ എവിടെയെങ്കിലും ഒന്ന് ചാരി നിർത്തൂ. ആരെങ്കിലും ഒന്ന് സഹായിക്കൂ. ആ തൂണിനോട് ചേർത്ത് ചങ്ങലകളാൽ ബന്ധിക്കവനെ. ഓ എന്റെ സർവശക്തനായ ദൈവമേ, എന്നെ ഓർക്കേണമേ. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എന്നെ ശക്തനാക്കേണമേ. ഞാൻ നിന്നോട് ഒരിക്കൽ കൂടി യാചിക്കുന്നു. എന്റെ കണ്ണുകളൊന്നിനെ ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യുവാൻ എന്നെ ശക്തിപ്പെടുത്തേണമേ. മരണഭയം കൊണ്ട് അവനവന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അവന്റെ ഒരു ഗതികേട്. അയ്യോ അയ്യോ, ചതിച്ചല്ലോ. ആരുമില്ല ഇവിടെ. പിടിച്ചു മാറ്റവനെ. എവിടെയെല്ലാവരും? അവന് വീണ്ടും ശക്തി ലഭിച്ചിരിക്കുന്നു. എന്റെ യഹോവേ, എന്റെ അപരാധങ്ങൾ എന്നോട് പൊറുക്കണമേ. ഫെലിസ്ത്യരോടുകൂടെ ഞാനും ഈ മണ്ണിൽ ലയിച്ചു ചേരട്ടെ. പിടിച്ചു മാറ്റവനെ.